റാമിനെ വിളിക്കാം. രാംകുമാറേ, രാംകുമാറേ. ആ നീലു എന്ത് അല്ല വൈകാന്നും പറഞ്ഞ നിങ്ങളെ ഓഫീസിലെ പെണ്ണില്ലേ റിലേറ്റീവ്, ആ കുട്ടി വിളിച്ചിരുന്നോ? വിളിച്ചപ്പോ ഹൈമയാണ് ആദ്യം എടുത്തത്. അപ്പോ ഹൈമ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് എന്താ പറയണത് കേട്ടിട്ട് അവസാനം മൊത്തം അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് മൊത്തം ഈ സൗണ്ട് ഇല്ലാത്ത സൗണ്ട് കൊണ്ട് ചണ്ട ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കുവോ? അതാണോ? നിങ്ങൾ തമ്മിൽ എപ്പോഴും ഫോൺ വിളിക്കലുണ്ടെന്നാ പറയണേ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞത് ആ കൂടി പറഞ്ഞത് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. മറ്റേ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറയാം. അവര് ഫോൺ വിളിച്ചിട്ട് ഓഫീസിലെ കാര്യമല്ല പറഞ്ഞത്. അവര് പറഞ്ഞത് അവര് പറഞ്ഞു വിട്ടല്ലോ ജോലിന്ന്, അതിന് പകരമായിട്ട് നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തെറ്റിച്ച് പിരിക്കുമെന്നാ അവര് പറഞ്ഞെന്ന്. അങ്ങനെ പറയൂ? അവരങ്ങനെ പറഞ്ഞ അവരെ വെറുതെ വിടല്. അല്ല എന്നാലും വൈക അങ്ങനെ പറയുന്ന എനിക്ക് വൈകയാണോ വിശ്വാസം, കെട്ടോളാണോ വിശ്വാസം? അങ്ങനെ ചോദിക്കുമ്പോ അത് എങ്ങനെ ചോദിക്കുമ്പോ പപ്പ പറ, മമ്മിയാണോ വിശ്വാസം വൈക തന്നെയാണോ വിശ്വാസം? ഹൈമേനാണ് വിശ്വാസം. അപ്പൊ പിന്നെ അവര് പറഞ്ഞത് ഹൈമ പറഞ്ഞത് വിശ്വസിക്കാത്തെ? എന്താ വിശ്വസിക്കാത്തെ? അല്ല ഹൈമ ചില പിന്നെ കള്ളം അല്ല പറയാ. അപ്പൊ മമ്മി കള്ളം പറയുന്നതാണോ പപ്പ? ഇല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അത് പറഞ്ഞ അടി കൂടണ്ട. വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ നല്ല സന്തോഷത്തോടെ പോണ ഒരു ഫാമിലി അല്ലേ, എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ പലർക്കും വേണ്ടിയിട്ട്? ശരി, ഞാൻ അടി കൂടൂല. ഹൈമ ഇത് പറഞ്ഞിട്ട് നീ ശബ്ദം വന്നു കഴിയുമ്പോ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാം കൂടി വെച്ച് തീർക്കോ ഈ പറയാൻ പറ്റാത്ത മൊത്തം? മമ്മി പറ, എന്തോ വേണ്ടത്? മനസ്സിലായി. അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണോന്ന്. അല്ല അത് അന്ന് പറഞ്ഞു വിട്ടപ്പോ അവര് കേസ് കൊടുത്തിട്ട് ഹൈമേനെയാണ് പറഞ്ഞു വിട്ട്. അവര് കേസ് കൊടുത്ത് കോംപ്രമൈസ് ആയിട്ട് തിരിച്ചു വന്ന്. ഇപ്പൊ വീണ്ടും നമ്മൾ കോംപ്രമൈസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് ഇരിക്കണം നല്ലത്. നമുക്ക് ആക്ഷൻ എടുക്കാം. ഹൈമ ഒരു മിനിറ്റ്, രാംകുമാർ പറയണ സത്യം തന്നെയാണ്. ഇപ്പൊ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലേ? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതിനേക്കാൾ വലുതവർ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതന്നെ നല്ലത്. അതാണ് അത് നമുക്ക് ആലോചിച്ച പിന്നെ എന്തെങ്കിലും വെച്ച് ചെയ്യാം, എന്തെങ്കിലും വഴി കാണും അല്ലേ? എന്തായാലും ഒരു വഴി കാണും. ഇപ്പൊ ഇത് ഇങ്ങനെ പോട്ടെ, അതാ നല്ലത്. അല്ല ശബ്ദം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം സമാധാനം ഉണ്ടായിരുന്നു. അല്ല അത് വെറുതെ തമാശക്ക് സ്നേഹം കൊണ്ട് പറയണതാ. സ്നേഹം കൊണ്ട് പറയണതാ. നോക്കിയേ നോക്കി ചിരിച്ചിട്ടല്ലേ പറയണേ. ഒരു വിധത്തില നീലുമ്പോ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ഇനി എല്ലാം കൂടെ തുടങ്ങും പപ്പ ഒരു സൈഡിൽ. ഇല്ല, ഞാൻ എന്റെ വാക്ക് തരുന്നു. ഹലോ, പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ഞാനെങ്ങനെ പഠിക്കാനാ? ഇവരുണ്ടോ എപ്പോഴും അടി, അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പഠിക്കാനാ? അത് ശരിയാണല്ലോ. നിങ്ങൾ ഈ കൊച്ചിന്റെ മാർക്കില്ലാത്തതിന് വഴക്കോന്നിട്ട് കാര്യമില്ല. ആ കൊച്ചു നന്നായിട്ട് പഠിക്കണമെങ്കിലും മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സമാധാനം കൊടുക്കണ്ടേ? നിങ്ങൾ അടി കൂടിക്കൊണ്ടിരുന്ന അവളെങ്ങനെ പഠിക്കണേ? ഇല്ല, നീ ഉണ്ടാവില്ല. നീ അടി കൂട്ടല്ലേ? അപ്പൊ അതെ, ഓക്കെ, നീ നന്നായിട്ട് പഠിക്ക്, നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ? കണ്ടാവൻ. ഞാൻ പോട്ടെ. എന്നാ താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഒന്നും വേണ്ട. ശരി. എന്താ ശബ്ദം തിരിച്ചു വരുമ്പോഴുള്ള കാര്യം ആലോചിച്ചതാ. വിളിക്കണോ? വേണ്ട.